ഇന്നത്തെ വീഡിയോയിൽ SCERT ക്ലാസ് 7 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക് ടു സ്കൂൾഷിപ്പ്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കോമെന്റ്സായി രേഖപ്പെടുത്തുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Answer the following questions. Question number 1. Why does the speaker sing in wonder and amazement? എന്തുകൊണ്ടാണ് അതിശയത്തിലും അത്ഭുതത്തിലും സ്പീക്കർ പാട്ട് പാടുന്നത്? The speaker sings in wonder and amazement, seeing the majesty of universe. യൂണിവേഴ്സിന്റെ പ്രപഞ്ചത്തിന്റെ മജസ്റ്റി, മഹത്വപൂർണത മനസ്സിലാക്കുന്നത് കൊണ്ടാണ്, അത് കാണുന്നത് കൊണ്ടാണ് സ്പീക്കർ അത്ഭുതത്തിലും അതുപോലെ തന്നെ അമ്പരപ്പിലും പാട്ട് പാടുന്നത്. The sight of the sky, the woodlands, the oceans and life's mysteries inspire in him admiration. ആകാശവും വുഡ്ലാൻഡ്സും ഓഷ്യൻസും അതുപോലെ തന്നെ ജീവിതത്തിന്റെ മിസ്റ്ററീസ്, നിഗൂഢതകളുമെല്ലാം അദ്ദേഹത്തിൽ അമ്പരപ്പുളവാക്കുന്നു, ആരാധന ഉളവാക്കുന്നു. ഇൻസ്പയർ എന്ന് വെച്ചാൽ പ്രചോദിപ്പിക്കുക. ആരാധന പ്രചോദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധന ഉണ്ടാക്കുന്നു എന്ന് തന്നെ. Question number 2. What do you think eternity's rushing tide means? അപ്പോൾ ഇറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് എന്ന ഫ്രേസ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അനന്തമായ കാലത്തിന്റെ ഇരച്ചെത്തുന്ന തിര എന്ന്, അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ചാപ്റ്റർ, നമ്മുടെ പോയിം ഡിസ്കസ് ചെയ്ത സമയത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് എന്ന്. അപ്പോൾ ആർക്കെങ്കിലും അത് ഒരിക്കൽ കൂടി നോക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങളതൊന്നുകൂടെ കയറി നോക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആൻസറിലേക്ക് വരാം. ഇറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് ക്യാൻ റെഫർ ടു ദി എൻലെസ് നേച്ചർ ഓഫ് ടൈം. അപ്പോൾ ഇറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് എന്ന ഫ്രേസ് കൊണ്ട് എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്? സമയത്തിന്റെ അവസാനമില്ലാത്ത ആ ഒരു നേച്ചറിനെയാണ്. എന്താണ് സമയം എന്ന് പറയുന്നത്? എൻഡ് ഉള്ള ഒരു സംഗതിയാണോ? അല്ല, സമയം എൻലെസ് ആണ്, അവസാനമില്ലാത്തതാണ്. അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ജസ്റ്റ് ലൈക്ക് ദ റഷിംഗ് ടൈഡ്, ടൈം ഹാസ് നോ എൻഡിങ്. അപ്പോൾ ഈ ഇരച്ചെത്തുന്ന തിരയെ പോലെ അല്ലെങ്കിൽ വേലിയേറ്റ വേലിയിറക്കങ്ങളെ പോലെ സമയത്തിനും എന്തില്ല? അവസാനമില്ല. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു കടൽ തീരത്ത് ചെന്ന് നിന്നിട്ട് തിരകളെ നോക്കുവാണെങ്കിൽ തിര എണ്ണി എണ്ണി ഇങ്ങനെ ഇരിക്കാമല്ലേ, അല്ലേ? അവസാനമുണ്ടോ തിരയ്ക്ക്? ഇല്ല. തിര ഇങ്ങോട്ട് വരുന്നു, തിര തിരിച്ചു പോകുന്നു, പക്ഷേ അതിനൊരു അവസാനമില്ല. ജസ്റ്റ് ലൈക്ക് ദ റഷിംഗ് ടൈഡ്, ടൈം ഹാസ് നോ എൻഡിങ്, ഇറ്റ് ഈസ് ഇൻഫിനിറ്റ്. ടൈം എന്താണ്? ഇൻഫിനിറ്റ് ആണ്, അനന്തമാണ്. എവിടെയാണ് അവസാനമെന്നോ തുടക്കമെന്നോ അറിയാത്തതാണ് സമയവും. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 3. പിക്ക് ഔട്ട് ദ വേൾഡ്ലി വണ്ടേഴ്സ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോയം. ഈ പോയത്തിൽ പറഞ്ഞിട്ടുള്ള വേൾഡ്ലി വണ്ടേഴ്സ്, ലോകത്തിലെ അത്ഭുതങ്ങൾ എന്ന പോയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. The worldly wonders described in the poem are the sky full of sun and stars, falling and rising tides in the ocean, the grass blades and fragrant flowers from the woodlands. അപ്പോൾ ഏതൊക്കെ വണ്ടേഴ്സ് ആണ്? വേൾഡ്ലി വണ്ടേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. സൂര്യനും നക്ഷത്രങ്ങളും നിറഞ്ഞ ആകാശം, അതുപോലെ തന്നെ ഉയർന്ന് താഴ്ന്നു കാണുന്ന ടൈഡ്സ്, തിരകൾ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? പുൽച്ചെടികളും പുൽച്ചെടികളുടെ ആ ഒരു പരന്ന പ്രതലവും. പിന്നെ പറഞ്ഞത് എന്താണ്? സുഗന്ധം ഉള്ള ഫ്ലവേഴ്സ് ഓഫ് വുഡ്ലാൻഡ്സ്. ഫോർത്ത് വൺ, വാട്ട് മാഡൻഡ് ദ പോയിറ്റ്സ് മൈൻഡ്. അപ്പോൾ പോയിറ്റിന്റെ മൈൻഡിനെ, മനസ്സിനെ ഭ്രാന്ത് പിടിപ്പിച്ചത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസസ് ആൻഡ് ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ് ഫ്രം ദ വുഡ്ലാൻഡ്സ് മാഡൻഡ് ദ സ്പീക്കേഴ്സ് മൈൻഡ്. അപ്പോൾ വുഡ്ലാൻഡ്സിൽ അദ്ദേഹം കണ്ടുമുട്ടിയ, വുഡ്ലാൻഡ്സിൽ അദ്ദേഹം കണ്ട എന്തൊക്കെ കണ്ടിട്ടുണ്ടോ നമുക്കറിയാം, എന്തൊക്കെ കാഴ്ചകളാണെന്ന്. അങ്ങനെ കണ്ട ആ പുൽച്ചെടികളും ആ പുൽച്ചെടികളുടെ പരന്ന പ്രതലവും, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് അവിടെ അദ്ദേഹം കണ്ട ഫ്ലവേഴ്സിന്റെ ഫ്രാഗ്രൻസുമാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത്? മനസ്സിനെ ഭ്രാന്ത് പിടിപ്പിച്ചത്, മത്ത് പിടിപ്പിച്ചത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫിഫ്ത്ത് വൺ, വൈ ഡസ് ദ സ്പീക്കർ പ്രിക്ക് ഹിസ് ഇയേഴ്സ്, ഓപ്പൺ ഹിസ് ഐസ് ആൻഡ് ബെയർ ഹിസ് ഹാർട്ട്. അപ്പോൾ എന്തിനാണ് നമ്മുടെ സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ചെവി പ്രിക്ക് ചെയ്യുന്നത്, തുളയ്ക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഐസ് ഓപ്പൺ ചെയ്യുന്നത്, ഹാർട്ട് തുറന്നു വെക്കുന്നത്? ബെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അനാവൃതമാക്കുക, എക്സ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നേക്കഡ് ആക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഹൃദയം തുറന്നു വെക്കുന്നു എന്താണ്? ഇതിനർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. The speaker wants to sense all the wonders of the universe and fill them within him. അപ്പോൾ സ്പീക്കർ എന്താണ് ആഗ്രഹിക്കുന്നത്? ഈ പ്രപഞ്ചത്തിലെ എല്ലാ വണ്ടേഴ്സും, എല്ലാ അത്ഭുതങ്ങളും എന്താണ്? സെൻസ് ചെയ്യണമെന്നാണ്. സെൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ സെൻസ് ഓർഗൻസിലൂടെ, അതായത് നമ്മുടെ ഐസ്, അതുപോലെ തന്നെ സ്കിന്ന്, ഇയർ, ഇതിലൂടെയെല്ലാം എന്താണ്? മനസ്സിലാക്കണം. 5 സെൻസ് ഓർഗൻസ് നമുക്കുണ്ടല്ലേ. അപ്പോൾ ഈ 5 സെൻസ് ഓർഗൻസിലൂടെയും മനസ്സിലാക്കാനാണ് നമ്മുടെ സ്പീക്കർ ആഗ്രഹിക്കുന്നത്.
അങ്ങനെ ഈ വേൾഡ്ലി വണ്ടേഴ്സ് എല്ലാം സെൻസ് ചെയ്ത് സെൻസ് ഓർഗൻസിലൂടെ മനസ്സിലാക്കുക, കണ്ടും കേട്ടും സ്പർശിച്ചും രുചിച്ചും മണത്തും എല്ലാം മനസ്സിലാക്കിയിട്ട് അത് തൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, നിറയ്ക്കാനാണ് നമ്മുടെ സ്പീക്കർ ആഗ്രഹിക്കുന്നത്. ആ ഫീല് തൻ്റെ ഉള്ളിൽ എന്നും കീപ്പ് ചെയ്യാനാണ് നമ്മുടെ സ്പീക്കർ ആഗ്രഹിക്കുന്നത്. സോ ഹി പ്രിക്സ് ഹിസ് ഇയേഴ്സ്, ഓപ്പൺസ് ഹിസ് ഐസ് ആൻഡ് ബെയേഴ്സ് ഹിസ് ഹാർട്ട്. അതുകൊണ്ട് എന്താണ്, അദ്ദേഹം തൻ്റെ ഇയേഴ്സ് എല്ലാം തുളയ്ക്കുന്നു, തൻ്റെ കണ്ണുകൾ എന്താണ് തുറക്കുന്നു, തൻ്റെ ഹൃദയം തന്നെ എന്ത് ചെയ്യുന്നു, തുറന്നു മലർത്തി വെക്കുന്നു. അപ്പോൾ താൻ ഇങ്ങനെ ഈ ലോകത്തിലെ വണ്ടേഴ്സ് എല്ലാം സെൻസ് ചെയ്യുന്നത്, ലോകത്തിലെ വണ്ടേഴ്സ് എല്ലാം ഇങ്ങനെ അനുഭവിച്ചറിയുന്നത് അത് ഏറ്റവും ബെസ്റ്റായിട്ട് അറിയണമെന്ന് സ്പീക്കർ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ അതൊരിക്കലും തൻ്റെ മനസ്സിൽ നിന്ന് പോവാത്ത വണ്ണം മനസ്സിലേക്ക് എന്താണ് ഉള്ളിലേക്ക് സൂക്ഷിച്ചു വെക്കണമെന്ന് കൂടെ സ്പീക്കർ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് സ്പീക്കർ ഇങ്ങനെ ചെയ്യുന്നത്. 6th question. What do you think the poet means by in the midst of the known I have sought the unknown? അപ്പോൾ നമ്മുടെ പോയത്തിലെ 2 ലൈൻസ് ആണല്ലേ ഇത്. എന്താണ്? in the midst of the known I have sought the unknown. അപ്പോൾ അറിഞ്ഞതിൻ്റെ നടുവിൽ നിന്ന് അറിയാത്തതിനെ ഞാൻ തേടുന്നു എന്നാണ് പോയിറ്റ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. പോയിറ്റ് ഹാസ് സെൻസ്ഡ് എ നമ്പർ ഓഫ് വണ്ടർഫുൾ തിങ്സ് ഇൻ ദ യൂണിവേഴ്സ്. അപ്പോൾ പോയിറ്റ് ഈ സമയത്തിനുള്ളിൽ എന്താണ്, യൂണിവേഴ്സിലെ പ്രപഞ്ചത്തിലെ ഒരുപാട് വണ്ടേഴ്സ്, അത്ഭുതങ്ങൾ സെൻസ് ചെയ്തിട്ടുണ്ട്. എന്താണ്, തൻ്റെ സെൻസ് ഓർഗൻസിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, രുചിച്ചറിഞ്ഞിട്ടുണ്ട്, മണത്തറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹി ഈസ് എക്സൈറ്റഡ് ടു ഫൈൻഡ് മോർ വണ്ടേഴ്സ്. അപ്പോൾ ഈ വണ്ടേഴ്സ് എല്ലാം അതിനെ നമ്മൾ കണ്ടു, കുറേ നല്ല കാഴ്ചകൾ ഉണ്ടായിരുന്നു, കുറേ നല്ല ശബ്ദങ്ങളും ഒക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ വണ്ടേഴ്സ് ഒക്കെ ഇദ്ദേഹത്തിന് എന്താണ്, എക്സൈറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്താണ്, ഇനിയും കൂടുതൽ വണ്ടേഴ്സ് കാണാനുള്ള അദ്ദേഹത്തിന് ആഗ്രഹം ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പം നമ്മളൊരു പ്ലേസ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എന്താണ്, കുറേയധികം പ്ലേസ് കൂടി കാണണം, അവിടെയും എന്തൊക്കെ കാഴ്ചകളാണുള്ളതെന്ന് തോന്നില്ലേ. അപ്പോൾ അതുപോലെയാണ് ഇവിടെ പോയിട്ടും എന്താണ്, ഹി ഈസ് എക്സൈറ്റഡ് ടു ഫൈൻഡ് മോർ വണ്ടേഴ്സ്. കൂടുതൽ വണ്ടേഴ്സ് കാണാൻ അദ്ദേഹം എന്താണ്, ആഗ്രഹിക്കുകയാണ്. സോ ഹി ഡിസൈഡ്സ് ടു സെർച്ച് ഫോർ മോർ സച്ച് വണ്ടേഴ്സ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, എന്ത്, ഈ പറഞ്ഞ പോലെ അറിഞ്ഞതിൻ്റെ നടുവിൽ നിന്ന് ഞാൻ അറിയാത്തതിനെ തേടുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, കൂടുതൽ വണ്ടേഴ്സ് സെർച്ച് ചെയ്യുകയാണ്, അന്വേഷിക്കുകയാണ്. ആ അന്വേഷിക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ ലൈൻസിലൂടെ നമ്മുടെ പോയിറ്റ് കൺവേ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, read the following lines from another poem, The Sands of Dee by Charles Kingsley. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചാൾസ് കിങ്സ്ലിയുടെ The Sands of Dee എന്ന പോയത്തിലെ കുറച്ച് ലൈൻസ് തന്നിട്ട് അതൊന്ന് വായിച്ചു നോക്കാനാണ്. Oh Mary, go and call the cattle home, and call the cattle home, and call the cattle home across the sands of Dee. അപ്പോൾ ഇതാണ് 4 ലൈൻസ്. ഡു യു ഫൈൻഡ് എനി സ്പെഷ്യാലിറ്റി ഇൻ ദീസ് ലൈൻസ്? അപ്പോൾ ഈ ഒരു ലൈൻസ്, 4 ലൈൻസിൽ എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ കാണുന്നുണ്ടോ? നോക്കൂ. ഉണ്ടല്ലേ. എന്താണ്, ഇവിടെ ഒരു ലൈന് എന്താണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാം അല്ലേ. ഏതാണത്? ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം, ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം. 2 തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ലൈൻ തന്നെ ഫുള്ളായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പ്ലസ് ഫസ്റ്റ് ലൈനിലും എന്തുണ്ട്, ആൻഡ് കോൾ കാറ്റിൽ ഹോം എന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ദ ഫ്രേസ് ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം ഈസ് യൂസ്ഡ് 3 times. സച്ച് റെപ്പറ്റീഷൻസ് ആർ കോൾഡ് റിഫ്രെയിൻ. അപ്പോൾ ഈ ഒരു പോയത്തിൽ എന്താണ്, 3 തവണ ഈ ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം എന്ന ലൈൻ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പോയത്തിൽ ഒരേ ലൈൻ തന്നെ പലതവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് റിഫ്രെയിൻ എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് റിഫ്രെയിൻ? അപ്പോൾ നോക്കുക, റിഫ്രെയിൻ. എ റിഫ്രെയിൻ ഈസ് എ ലൈൻ ഓഫ് ഫ്രേസ് ദാറ്റ് ഇസ് റിപ്പീറ്റഡ് വിത്തിൻ ദ ലൈൻസ് ഓഫ് സ്റ്റാൻസാസ്. അപ്പോൾ ഒരു പോയത്തിൻ്റെ സ്റ്റാൻസയിൽ എന്താണ്, പലതവണ റിപ്പീറ്റ് ചെയ്തു വരുന്ന ഒരു ലൈനിനെയാണ് നമ്മൾ റിഫ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, ക്യാൻ യു ഫൈൻഡ് ഔട്ട് എ ലൈൻ വിച്ച് ഇസ് റിപ്പീറ്റഡ് ഇൻ ദിസ് പോം, റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പോൾ നമ്മൾ പഠിച്ച പാഠം എന്താണ്, നമ്മൾ പഠിച്ച പോയം ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. ആ ഒരു പോയത്തിൽ ഒരു ലൈൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, അത് ഏതാണെന്ന് കണ്ടെത്താനാണ്. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ഏതാണത്? നിങ്ങൾ ആ പോയം വെച്ച് നോക്കിയിട്ട് അത് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്, ആ ലൈൻ തന്നെയാണ് പലതവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ലൈൻ എന്താണ് പറയുക? റിഫ്രെയിൻ എന്നാണ് പറയുക. ഓക്കെ. Second question,
വാട്ട് ഫിൽസ് ദ സ്പീക്കർ വിത്ത് വണ്ടർ ആൻഡ് അമേസ്മെന്റ്. അപ്പോൾ സ്പീക്കറിൽ അത്ഭുതവും അമ്പരപ്പും അതിശയവും ഒക്കെ നിറയ്ക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സ്പീക്കറിൽ ഇങ്ങനെ അത്ഭുതവും അമ്പരപ്പും ഒക്കെ നിറയ്ക്കുന്നത്? നമുക്കറിയാം അദ്ദേഹം കണ്ട ആ വണ്ടേഴ്സ് ആണ്. അദ്ദേഹം കണ്ടിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ആ സൈറ്റ്സും വണ്ടർഫുൾ ആയിട്ടുള്ള സൗണ്ട്സും ഒക്കെയാണ് അദ്ദേഹത്തിൽ എന്ത് ചെയ്തത്? ആ ഒരു എക്സൈറ്റ്മെന്റ് നിറയ്ക്കുന്നത്. അതായത് നമ്മൾ ഈ പോയത്തിൽ കണ്ടിട്ടുള്ള ഇമേജസ് തന്നെയാണ്. പോയറ്റിൽ പല ഇമേജറീസ് അത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഇമേജറി തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പോയിറ്റിനെ എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമുക്കതൊന്ന് എഴുതി വെക്കാം. ദ സ്കൈ ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്, യൂണിവേഴ്സ് ഫുൾ ഓഫ് ലൈഫ്, ദ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്, ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്. ഇനി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന രണ്ടെണ്ണം കൂടിയുണ്ട്. ഇറ്റേണിറ്റി ഈസ് റഷിംഗ് ടൈം, ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ്സ് സ്ട്രൂൺ ഓൾ അറൗണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മുടെ പോയിറ്റിൽ വണ്ടറും അമേസ്മെന്റും ഫിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ആദ്യം കൊടുത്തിരിക്കുന്ന 4 എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹം എന്താണ് ഫീൽ ചെയ്യുന്ന, എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. പിന്നീട് കൊടുത്ത 2 എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം ഈ കാഴ്ചകളും അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിലെ വണ്ടേഴ്സും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തതിന്റെ ഫലമായിട്ട് മൈൻഡിലുണ്ടാവുന്ന എന്താണ് ആ ഒരു സ്റ്റേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പ്രധാനമായിട്ടുള്ളത് ആദ്യം കൊടുക്കുന്ന ആ 4 ഐറ്റംസ് ആണ്. ഓക്കെ, ഇനി നോക്കാം. തേർഡ് ആക്ടിവിറ്റി, ലുക്ക് അറ്റ് ദ വേർഡ്സ് ടേക്കൺ ഫ്രം ദ പോം, പുട്ട് ദം ഇൻ പ്രോപ്പർ പെയേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ പോയത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വേർഡ്സ് ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം പുട്ട് ദം ഇൻ പ്രോപ്പർ പെയേഴ്സ്. അപ്പോൾ ശരിയായിട്ടുള്ള പെയേഴ്സ് ആയിട്ട് അവരെ ഒന്ന് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വേർഡ്സ് എന്ന് നോക്കിക്കോളൂ. ഇനി നമുക്ക് ആ പെയേഴ്സ് ആയിട്ട് മാറ്റാം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്കുക, നമ്മുടെ പോയിം തുറന്ന് വെക്കുക. അപ്പോൾ ഏത് വേർഡ്സിനോട് എന്താണ് ബന്ധിപ്പിച്ചിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തുക. അപ്പോൾ ചിലതൊക്കെ എന്താണ് അഡ്ജക്റ്റീവ്സും ഒരു വേർഡുമായിട്ട് ബന്ധിപ്പിച്ചതൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് എടുത്തെഴുതാം. സ്വെയ്ഡ് വേൾഡ്, ഗ്രാസ് ബ്ലേഡ്സ്, വെയിൻസ് റേസിംഗ്, ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്, മൈൻഡ് മാഡൻഡ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നോക്കൂ. ലെറ്റ് us revisit the first stanza. അപ്പോൾ പോയത്തിന്റെ ഫസ്റ്റ് സ്റ്റാൻസ റീവിസിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ കൂടി നോക്കാം എന്നാണ് പറഞ്ഞത്. The sky is full of the sun and the stars. The universe is full of life. Among all these I have found a place, and in wonder and amazement I sing. നമ്മൾ പഠിച്ച ലൈൻസ് തന്നെയാണ് അല്ലേ? In the first line, the initial sound is in a sky is repeated in sun and stars also. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ലൈൻ എടുക്കുക. ദ സ്കൈ ഈസ് ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്. ഫസ്റ്റ് ലൈൻ എടുത്തേ. അപ്പോൾ ഈ ഫസ്റ്റ് ലൈനിൽ സ് എന്ന സൗണ്ട് നോക്കുക. ഏത് സൗണ്ടാണ്? സ് എന്ന സൗണ്ട് 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഏതൊക്കെ വേർഡ്സിലാണ് റിപ്പീറ്റ് ചെയ്തത് ഒന്ന് നോക്കൂ. സ്കൈന്റെ സ്റ്റാർട്ടിങ് എന്താ? സ് സൗണ്ട് ആണല്ലേ. അതുപോലെ തന്നെ സൺ സ്റ്റാർട്ടിങ് എന്താ? സ് സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർസ് വീണ്ടും സ് സൗണ്ടിലാണ്, സ് എന്നുള്ള സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ദിസ് റെപ്പിറ്റീഷൻ ഈസ് കോൾഡ് അല്ലിറ്ററേഷൻ. അപ്പോൾ ഇങ്ങനെ കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് അല്ലിറ്ററേഷൻ എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് പറയുന്നത്? അല്ലിറ്ററേഷൻ. അപ്പോൾ സ്, ബ്, മ് ഇതൊക്കെ എന്താണ്? കോൺസണന്റ് സൗണ്ട്സ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കോൺസണന്റ് സൗണ്ട്സ് ഒരു പോയത്തിലെ ഒരു ലൈനിൽ ഇങ്ങനെ അഡ്ജസന്റ് ആയിട്ട്, അതായത് അടുത്തടുത്ത വേർഡ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? അല്ലിറ്ററേഷൻ എന്ന് പറയുക. കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് എന്ത്? അല്ലിറ്ററേഷൻ. ഓക്കെ, ഇനി വൗവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു കേസ് ഉണ്ട്. അതിനെ നമ്മൾ അസണൻസ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ വേറൊരു പോയം വരുന്ന സമയത്ത് നമ്മൾ പഠിക്കും. ഇപ്പൊ നമുക്ക് ഈ പെർട്ടിക്കുലർ പോയത്തിൽ പഠിക്കാനുള്ളത് ഏതാണ്? അല്ലിറ്ററേഷൻ ആണ് കേട്ടോ. ഓക്കെ, കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അല്ലിറ്ററേഷൻ. എവിടെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്? ഒരു ലൈനിലെ, ഒരു പോയത്തിലെ ഒരു ലൈനിലെ അഡ്ജസന്റ് വേർഡ്സിൽ, അടുത്തടുത്ത വേർഡ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് എന്ത്? അല്ലിറ്ററേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ എക്സാമ്പിൾ കിട്ടി. ദ സ്കൈ ഈസ് ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്. അതില് സ് ആ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് കണ്ടില്ലേ? അപ്പോൾ അതിനെന്താണ്? അതൊരു അല്ലിറ്ററേഷന്റെ എക്സാമ്പിൾ ആണ്. ഇനി ഒന്ന് നോക്കിക്കോളൂ.
ക്യാൻ യു ഫൈൻഡ് അതർ എക്സാമ്പിൾസ് ഫ്രം ദ പോയം? നിങ്ങൾക്ക് ഈ പോയത്തിൽ നിന്ന് വേറെ എക്സാമ്പിൾസ് കണ്ടെത്താമോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് നമ്മൾ നോക്കേണ്ടത്? കോൺസണന്റ് സൗണ്ട്സ് ഒരു ലൈനിലെ അടുത്തടുത്തുള്ള വേർഡ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഒന്ന് നോക്കിക്കോളൂ, ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ടേ. വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്സ്, കണ്ടോ ആ വ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ ആ സൗണ്ട് വരുന്ന വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. I have been startled by the flowers fragrance. നോക്കൂ, flowers fragrance കണ്ടോ, സൗണ്ട് വന്നത് കണ്ടോ. They have all maddened my mind. സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നു. മാഡൻ എന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സൗണ്ടാണ്. മൈൻഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്താണ്? സൗണ്ടാണ്. മൈൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സൗണ്ടാണ്. അത് അണ്ടർലൈൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയും എന്താണ്? റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. ദ ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ്, അതിൽ നോക്കൂ, ഗിഫ്റ്റ്സ്, ഗ്ലാഡ്നെസ്, ഇത് എന്താണ്? അടുത്തടുത്ത് രണ്ട് വേർഡ്സ് അല്ലേ? ഗ സൗണ്ട്സ് കണ്ടോ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ കോൺസണന്റ് സൗണ്ട്സ് ഒരു പോയത്തിൻ്റെ ലൈനിലെ അടുത്തടുത്ത വാക്കുകളിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് അല്ലിറ്ററേഷൻ എന്ന് പറയുന്നത്. എന്താണ്? കോൺസണന്റ് സൗണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ദ റെപ്പറ്റീഷൻ ഓഫ് ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്സ് ഓഫ് എ വേർഡ് ഇൻ ദ സെയിം ലൈൻ ഓഫ് എ പോം ഇസ് കോൾഡ് അല്ലിറ്ററേഷൻ. ഓക്കെ, ഇനി ഈ എക്സാമ്പിൾസിനെ ഒന്ന് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാതെ പോയിട്ടുണ്ടെങ്കിൽ ഇതുകൂടി ഒന്ന് നോക്കുക കേട്ടോ. ഐ ഹാവ് ബീൻ സ്റ്റാർട്ടിൽഡ് ബൈ ദ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്, നമ്മുടെ പോയത്തിലെ തന്നെ ലൈനാണ്. ഇവിടെ നോക്കുക, ആ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ് എന്നുള്ള ആ രണ്ട് വേർഡ്സ് നിങ്ങൾ നോക്കുക. അടുത്തടുത്ത വേർഡ്സ് ആണ്. പോയത്തിലെ ഒരു ലൈനിലെ അടുത്തടുത്ത വേർഡ്സ് ആണ്. ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്, ഇതിൻ്റെ രണ്ടിൻ്റെയും വേർഡ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ സൗണ്ട് എന്താണ്? ഫ്ലവേഴ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ സൗണ്ടാണ്. ഫ്രാഗ്രൻസിലും അല്ലേ? ആ ഒരു ഫ്രാഗ്രൻസ് സ്റ്റാർട്ടിങ്ങിൽ സൗണ്ട്സ് വരുന്നുണ്ട്. ഇനി നോക്കൂ, ദേ ഹാവ് ഓൾ മാഡൻഡ് മൈ മൈൻഡ്. അപ്പോൾ മാഡൻഡ് മൈ മൈൻഡ്, ഇവിടെയും എന്ത് വരുന്നുണ്ട്? അടുത്തടുത്ത മൂന്ന് വേർഡ്സിൽ എന്താണ്? സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്ന ശബ്ദം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. മാഡൻഡ്, അല്ലേ? മൈ, ഇതിലും സൗണ്ടാണ് സ്റ്റാർട്ടിങ്. മൈൻഡിലും സൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഇതാണ് അല്ലിറ്ററേഷൻ എന്ന് പറയുന്നത്. ഈസി അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ആ ഒരു റിപ്പീറ്റേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം ഉടനെ തന്നെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഹാപ്പി ലേണിംഗ്.